എന്താ? ചായ വെച്ചിട്ടേ ഉള്ളൂ. അവിടെ കട്ടൻ ചായ ഇരിപ്പണ, അതെടുത്ത് കുടിച്ചോ. അവിടെ നോക്കൂ വെച്ചേ. കാണില്ലേ? കാണണ്ട. എന്താ നോക്കി എടുത്തു കൊടുക്കണി. ബാലു വെറുതെ നോക്കിക്കൂടെ? ശരിയാവൂല. ഇവിടെ ഒന്ന് പാല് നോക്ക്, ഞാൻ ഇത് നോക്കിക്കോളാം. ഇതേ പാലാണ്, സൂക്ഷിച്ചോളാം കേട്ടോ. തൈലിട്ടോ. ഒരു സാധനം മര്യാദക്ക് നോക്കിയെടുക്കാൻ നിനക്ക് അറിഞ്ഞൂടെ? വെച്ചാ വെച്ചെടുത്ത് ഒരു സാധനം കാണൂല. പിന്നെ ഇന്ന് ഞായറാഴ്ച അല്ല, അത്ര വലിയ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. അവിടെ കയറിയിരിക്കും, ഞാൻ നോക്കിക്കോളാം. ഇത്ര നേരം നോക്കിയിട്ട് കണ്ടൊന്നുമില്ലല്ലോ. നാളെ തിങ്കളാഴ്ച അല്ലേ, ഉപയോഗമുണ്ട്. ഒറ്റ വീക്കരോട്ടാ. എന്താ ഇവിടെ 4 നീലൊന്നുമില്ല, ഒരു നീലേ ഉള്ളു. അത്രയ്ക്ക് അത്യാവശ്യം ഞാൻ അവിടെ തന്നെ പോവും. ഞാൻ മറന്നുപോയി. വെള്ളമൊഴിച്ചാ തീറും. അമ്മ എടുത്ത് വൈകടി, എടുത്ത് വൈകിനെ പുറത്തെടുത്ത് വൈ, പുറത്ത് വൈകടി. താഴെ പതുക്കെ പതുക്കെ എടുത്ത്. അയ്യോ അയ്യോ അമ്മ, ഞാൻ ഇങ്ങനെ ബാത്റൂമിൽ പോവും. പോണ്ടേ? ആശുപത്രി പോണോ? എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് അറിഞ്ഞൂടെ ആശുപത്രി പോണേ? ഇഞ്ചക്ഷൻ ഒന്നും എടുക്കില്ല. പിന്നെ എടുക്കൂല. ചെല്ലുമ്പം അറിയാം, ചറകുറങ്ങാ കുത്തും അവര്. അയ്യോ നീറിനടി. അയ്യോ എനിക്ക് ബാത്റൂമിൽ പോണം. പോയിട്ടോ, നീ കൂടെ വാ. അയ്യോ നീറിന് കുറവുണ്ടോ? ഇല്ല, കുറവില്ല. ഞായറാഴ്ച കൊളായാലോ? എനിക്ക് എല്ലാ ദിവസവും കൊള്ളം തന്നെ. ഹലോ, ദലീന ഫ്രാൻസിന്റെ വീടല്ലേ? ഞാൻ കേശവ ബാലചന്ദ്രനാ. അലീന അവിടെ ഉണ്ടോ ആൻറ്റി? അലീനയ്ക്കൊന്ന് കൊടുക്കുവോ? ശരി. അലീന, ഞാനാ കേശവ്. പിന്നെ നിന്റെ ഫ്രണ്ട് ശിവാനി ഇല്ലേ, നീ എനിക്ക് തന്ന ഗിഫ്റ്റ് അവിടെ എടുത്ത് ചവിട്ടി കൂട്ടി. പിന്നെ അടിയായി, പ്രശ്നമായി. പിന്നെ അച്ഛൻ അവസാനം ഞങ്ങളുടെ രണ്ടും കൂടെ ഫ്രണ്ടാക്കി. പിന്നെ നിന്റെ അടുത്തും കൂട്ടുകൂടാൻ പറഞ്ഞിട്ടുണ്ട് ശിവാനിക്ക്. പിന്നെ പറ്റുമെങ്കിൽ നമുക്ക് നാളെ കാണാം കേട്ടോ. പിന്നെ ശിവ അറിയണ്ട, പണി കിട്ടും. നീ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ എന്തെയായിരുന്നു? ഞാൻ എന്തോ ചെയ്യേ. എന്താ ഒരു കള്ള ലക്ഷണം? ഒന്നുമില്ല, എനിക്ക് നിന്നെ കണ്ടറിയാം. കഴിക്കാനുള്ള വില മോഷ്ടിച്ച ഈ മൂത്രം ഒഴിക്കുമ്പോ ഇപ്പൊ കൊള്ളട്ടോ. ഷർട്ട് ഊരിയപ്പം കയറി ഉറങ്ങി നീർന്ന്. ഐസ് എടുത്തോണ്ടോ? ഐസ് വെക്കണ്ട, പേസ്റ്റ് ഇട്ടിരിക്കല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞു, അറിഞ്ഞൂടാത്ത പണി എന്നെ കൊണ്ട് ചെയ്യിക്കരുതെന്ന്. അറിയുന്ന പണി ഏതാന്ന് പറ. കയ്യേ നീറിയിരിക്കണ്. എന്റെ മനസ്സ് കൂടെ നീറ്റാതെ, എന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ. നിനക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഈ കാര്യത്തില്. മര്യാദക്ക് ഇരിക്കമ്മേ, അച്ഛൻ കൈ ഉള്ളിരിക്കുന്നില്ലേ? അമ്മ മര്യാദക്ക് ഇരിക്കൂല. അമ്മ മര്യാദക്ക് ഇരിക്കണമെങ്കിൽ അച്ഛനെ ശവം കാണണം. അടങ്ങിയിരിക്കും ബാലു, ചുമ്മാ സെന്റി ഇറക്കല്ലേ. പ്ലീസ് വഴക്കുണ്ടാക്കല്ലേ. ദൈവമേ, എനിക്കെന്ത് ഈ വിധി? ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ കൈ കൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അച്ഛൻ ഈ കൈ കൊണ്ട് തന്നെയല്ലേ പലവരുടെയും TV റേഡിയോ ഒക്കെ കേടാക്കി. അവരുടെ ശാപം കാണും. സമ്മതിച്ച് തള്ളേരെ മോള് തന്നെ. കുട്ടു എവിടെയടി? അവനെ വിളിച്ച് പറ, അളിയന്റെ കൈ പൊള്ളിയെന്ന്. അവൻ തെങ്കാശി പോയിരിക്കല്ലേ കൂട്ടുകാരൻ്റെ കൂടെ സ്ഥലം നോക്കാൻ. ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോ ഒരുത്തന്നുമില്ല. ഫോൺ ബെല്ലടിക്ക. എവിടെയാണ് ഈ ഫോൺ വെച്ചേക്കണത്? അല്ല, അവിടെ ഞാൻ എടുത്ത് വെച്ചതാ. ഇങ്ങോട്ടേ ആരാമേ?
നോക്കട്ടെ. ആ ഇത് സുഷമ്മയാ. ഹലോ, ആ സുഷ്മേ, അത് അടുത്ത ഞായറാഴ്ചയല്ലേ? ഓർമ്മയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും വരും. ഇന്നെവിടെയും പോയില്ല. ആ ഹസ്ബൻഡിൻ്റെ കൈ ഒന്ന് പൊള്ളി. കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് പൊള്ളിയിട്ടുള്ളൂ. ഹാ പിന്നെ ഓർമ്മയുണ്ടാവും. ആ വരാം. ഓക്കെ. ചെറുതായിട്ടേ പൊള്ളിയോളല്ലേ, പിന്നെ വലുതായിട്ട് പൊള്ളണായിരുന്നാ? ഞാൻ അതും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കോ. ബാലു, അടുത്ത ഞായറാഴ്ച സുഷ്മയുടെ അനിയത്തിൻ്റെ കല്യാണമാണ്. ഒരു സാരി മേടിക്കണം, പിന്നെ ആ സമയത്ത് കുറച്ച് പൂവ് മേടിച്ചിട്ട് വരണം. ഒരു കാര്യം ചെയ്യാം, ഒരു വണ്ടി വിളി. ആദ്യം തമിഴ്നാട്ടിൽ പോവാം. കാഞ്ചീപുരത്ത് ചെന്ന് പട്ടുസാരി വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ തോവാള ഇറങ്ങി പൂക്കളും വാങ്ങിച്ച് നെയ്യാറ്റിങ്ങനെ ഇറങ്ങി അച്ഛനമ്മയും കണ്ടിട്ട് വരാം. എന്താ ഈ പറയണേ? പോവാടി, ഇപ്പൊ തന്നെ പോവാം. ഇട്ട് നീ വെറും പെണ്ണായി പോലടി. ഇവിടെ മനുഷ്യൻ പാതി വന്നിരിക്കുന്നു. അവക്ക് പട്ടുസാരി ചുറ്റി മുല്ലപ്പൂം ചൂടി കല്യാണത്തിന് പോകണം നമുക്ക്. നിർത്ത് ബാലു, അത് ഓവറാക്കല്ലേ. ആൾക്കാരെ കൂടുതൽ കാണുമ്പോൾ പരവേശം വേദനയൊക്കെ കൂടും. നിങ്ങൾ ഈ കൈ ഊതിക്കൊണ്ട് ഇവിടെ ഇരുന്നോ, എനിക്ക് അടുക്കളയെ കുറച്ച് പണിയുണ്ട്. മക്കളെ പോയിരുന്ന് പഠിച്ചേ. പോടി ശിവ, പോയിരുന്ന് പഠിക്കേ. ഞാൻ വിളിക്കാം. മക്കളെ ചോടാ, എനിക്കറിയാം അച്ഛൻ്റെ അവസാനം നോക്കാൻ നീ മാത്രമേ കാണൂ കേട്ടാ. അയ്യോ, പറഞ്ഞത് തിരിച്ചെടുത്ത് പോടാ. സോറി, പോടാ. വയ്യ. 2 സവാളയുണ്ട്, 2 വെളുത്തുള്ളിയുണ്ട്. ഇതുകൊണ്ട് എന്ത് കാണിക്കാനാ? എന്തെങ്കിലും പച്ചക്കറി മേടിച്ചിട്ട് വരാൻ പറ, അത് ചെയ്യത്തില്ല. പാവൻ്റെ കുട്ടു, അവനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരണതാ. ഞാൻ അവിടെ ചെന്ന് ഇരിക്കുമ്പോഴായിരിക്കും പറയണത്, നീലു അതില്ല, നീലു ഇതില്ല, നിനക്ക് മേടിക്കായിരുന്നില്ലേ? ഞങ്ങാണ്ടിങ്ങനെ ഇരുന്നോളും. തിന്ന് കൊഴുപ്പ് കയറി നടക്കുക അച്ഛനും മക്കൾക്കും. ഒറ്റയ്ക്കിരുന്ന് സംസാരം തുടങ്ങിയല്ലേ? ഇത് വേറെ ലക്ഷണമാണ്, കൊണ്ടുപോയേ പറ്റൂ. കൈയുടെ വേദന മാറിയാ? നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. എന്നൊരു കാര്യം ചെയ്യും, നടക്ക്. നീലു, എനിക്ക് എൻ്റെ അച്ഛനമ്മയെ കാണണം. നീ ഒന്ന് വിളി. ഫോണല്ലേ അവിടെ ഇരിക്കണം, പോയി എടുത്ത് വിളിച്ചൂടെ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഫോൺ വിളിക്കുമ്പോൾ ഞാൻ കാരണമാണ് കൈ പൊള്ളിയെന്ന് പറഞ്ഞേക്കരുത്. അത് ഞാൻ പറയും. നീ കാരണമാണ് കൈ പൊള്ളിയത്, അത് ഞാൻ പറയും. എന്തിനാ ബാലുവിൻ്റെ അമ്മ അല്ലാതെ എനിക്ക് സ്വസ്ഥത തരണില്ല. നീ ഇതും കൂടെ അറിഞ്ഞാൽ അവർ നിർത്തിപ്പൊരിക്കും എന്നെ. അല്ലാണ്ട് തന്നെ അവർ പറയണത് മോനെ ഇങ്ങനെ ആക്കിയത് ഞാനാന്നാ. അത് കറക്റ്റ്. അതെ, അവിടെ വിളിച്ചാൽ ശരിയാവില്ല, വീട്ടിൽ വിളിച്ചാൽ ശരിയാവില്ല. അനിയത്തി വന്നിട്ടുണ്ട്, സുസ്മിത വന്നിട്ടുണ്ട്. അവളിത് അറിഞ്ഞോണ്ടല്ല, വിളിച്ച് കിടന്ന് നിലവിളിച്ച് പൊടിച്ചളയും. എൻ്റെ ഒരു സ്നേഹം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അച്ഛനും അമ്മയും സഹോദരങ്ങളും കൂടിയാണ് നിങ്ങൾ ഇങ്ങനെ ആക്കിയത്, ഒന്നിനും കൊള്ളാത്ത ഒരാളാക്കിയത്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയുന്നു പറഞ്ഞില്ലേ, എനിക്ക് പ്രാന്ത് കയറിയിരിക്കാൻ കേട്ടോ. എന്തെങ്കിലും പറയണ പെട്ടെന്ന് പറ. നീ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക്. അല്ലെങ്കിൽ ഞാൻ പോട്ടെ, എൻ്റെ വീട്ടിൽ പോട്ടാ. ഏത് വെള്ള പേപ്പറിലാണോ ഒപ്പിട്ട് തരാം. എനിക്ക് മനസ്സമാനം കിട്ടിയാൽ മതി. എടി, ഇത്രയായി ഇതൊന്നും കണ്ടിട്ട് നിനക്കൊരു മനസാക്ഷി ഇല്ലാതായി പോയല്ലടി. ആണ്ടെ വിളിക്കുന്നു നിന്റെ സുഷ്മ. ഹലോ, അതെ വിളിച്ചിരുന്നോ? ആ അതെ, കേശവബാലന്റെ അമ്മയാണ്. ഓ, അലീന എവിടെ ഉണ്ടോ? ഓ അത് ശരി. എന്താ മാഡത്തിന്റെ പേരെന്താ? മേഴ്സി. ആ ഓക്കെ. ഹാ മേഴ്സി ഫ്രാൻസിസ് അല്ലേ? ഞാൻ പറയാം, കേശു അവിടെ കളിക്കാണ്. ഇവിടെ ഉണ്ട്. ഹാ ഓക്കെ പറയാം. ഞാൻ വിളിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? അതെന്റെ ഒരു കൂട്ടുകാരി അമ്മേനെ കൂട്ടുകാരി വിളിച്ചതാ. പേര് മേഴ്സി ഫ്രാൻസിസ്. ഫ്രാൻസിസ് പേരുള്ള ആരെ എനിക്ക് ഇഷ്ടമല്ല. കേശു, നീ വന്ന് ഞാനൊരു കാര്യം കാണിച്ചു തരാം. അമ്മ പറയല്ലേ, അലീന ഫ്രാൻസിസിന്റെ അമ്മയെന്ന് പറയല്ലേ. പിന്നെ ഞാനാണെങ്കിൽ ആ ഫോണിൽ അലീനയെ ഒന്ന് വിളിച്ചായിരുന്നു. ബാക്കി പിന്നെ പറയാവേ.
അവൾ അറിഞ്ഞാൽ ഇവിടെ അവനെ ഫോൺ എടുത്തിട്ട് അവളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരിങ്ങോട്ട് വിളിച്ചത്. ശിവ അറിഞ്ഞ പ്രശ്നമാകട്ടെ ഇത്. ആ അവള് ഇവിടെ പാകിസ്ഥാൻ ആക്കി കളയും. അയ്യാ ഇവിടെ വയ്യാതിരിക്കാണ്. അയ്യോ കയ്യും വയ്യ, സ്ക്രൂ കഴിക്കാനും വയ്യ. അച്ഛാ അച്ഛാ ഇതെന്ത് കാട്ടുവാ? മക്കളെ ഇതാണ് ആത്മാർത്ഥത, ജോലിയോടുള്ള ആത്മാർത്ഥത. ഉള്ള പല്ലും കൂടെ കളണ്ട അവിടെ അടങ്ങിയിരി. ഓ എന്തൊരു നാക്ക് ഏമേ അറിഞ്ഞു തന്നെ കൊടുത്തത്. അയ്യോ 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 നീലു, അയ്യോ 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 എന്തു പറ്റി? എന്താ പന്തെടുത്തെറിഞ്ഞെന്ന് എന്റെ കൈ പോയി. എടി എന്റെ വീട്ടിൽ കൊണ്ടാക്കടി, എന്റെ വീട്ടിൽ കൊണ്ടാക്ക്. നോക്കട്ടെ ആരെറിഞ്ഞ പന്ത്? അമ്മ ചോടിച്ചിറങ്ങി. നോക്കട്ടെ, കുഴപ്പമില്ല. അറിയാതെ പറ്റിയതല്ലേ ബാലു. അയ്യോ എടാ നിനക്കൊക്കെ കളിക്കാൻ ഈ സ്ഥലം കണ്ടോളടാ. അയ്യോ അലീന ഫ്രാൻസിസിന്റെ അമ്മയാ, വിളിക്കാൻ മറന്നുപോയി. ഹലോ, ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. ഇന്ന് സൺഡേ അല്ലേ, എവിടെയും പോകണ്ട. കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക. ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ്. അക്കൗണ്ട്സ് നോക്കുന്നുണ്ട്. അതെ, ശിവ അവിടെ കളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് അപ്പുറത്ത്. പറഞ്ഞായിരുന്നു, രണ്ടുപേരും തമ്മിൽ ഭയങ്കര വഴക്കാ. കേശുവിന് കുഴപ്പമില്ല, കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് അവളെ. എവിടെ? തൃശ്ശൂർ എവിടെയാ? ഓ ഹോ ഹോ ഹോ. ഒരു ദിവസം കണ്ട് വാ എല്ലാവരും കൂടെ. ഞങ്ങൾ വരാം. ഓക്കെ. ശരി ശരി ശരി, വിളിക്കാം. ദയവേത് അവരെങ്ങോട്ട് വിളിപ്പിക്കരുത്, ശിവ പ്രശ്നം ഉണ്ടാക്കും, പറഞ്ഞേക്കാം. ഒന്ന് പോ ബാലു, അവർക്കറിയാം പിള്ളേർ തമ്മിലുള്ള വഴക്കും കേശുവിന് അവരുടെ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണെന്നും ഒക്കെ അറിയാം. കേശുവിന് ലവ് ആണെന്ന് അവർക്കറിയാമോ? പോ ബാലു, ലവ് പിള്ളേർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല, ചുമ്മാ പറഞ്ഞുണ്ടാക്കില്ല ആവശ്യമില്ലാത്തത്. ഇത് കലികാലമാണ്, കലികാലം കലികാലം. അയ്യോ അയ്യോ എല്ലാവരും കൂടെ കൊല്ലടി, കൊല്ല്. സോറി സോറി സോറി. എന്റെ അമ്മോ, തൊടാൻ കാത്തിരിക്കാണ്. ഒന്നും സംഭവിച്ചൊന്നും ഇല്ലല്ലോ, പിന്നെന്താ? തൊലി പോയിട്ടുണ്ട് അവിടുന്ന്. സംഭവിക്കണമല്ലേ അപ്പൊ നിനക്ക്? അതല്ലേ നീ തൊലി പോയ ഇവിടെ നോക്കി. തൊലിയല്ല, പോ പോടി പോ. അമ്മ മേഴ്സി ഫ്രാൻസിസ്, അങ്ങനത്തെ ഒരു കൂട്ടുകാരി അമ്മയ്ക്കുള്ളതായിട്ട് അറിയില്ലല്ലോ. വിളിച്ചോക്കാം. ഹലോ, ആരാ? അലീന ഫ്രാൻസിസിന്റെ അമ്മയോ? ഞാനോ? ഞാൻ കേശവ് ബാലചന്ദ്രന്റെ ചേച്ചി ലക്ഷ്മി ബാലചന്ദ്രൻ. അത് ശരി, അച്ഛനെ മോള് അറിഞ്ഞിട്ട് ഇവിടെ ഒന്ന് നിൽക്കുകയാണല്ലേ? ഒന്ന് കഴിക്കണില്ലേ മോള്? മോള് കഴിച്ചാ? അതെന്തു പറ്റി സംസാരത്തിലൊക്കെ ഒരു മാറ്റം? ഇവിടെ എല്ലാവർക്കും ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് മാറ്റം? അമ്മയുടെ ഫ്രണ്ടിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഏത് ഫ്രണ്ട്? ഫോൺ വിളിച്ചതോ? അത് അമ്മയുടെ കൂട്ടുകാരി സുഷമ ആന്റി. സുഷമ ആന്റിന്റെ അനിയത്തിന്റെ കല്യാണമാണ്, നമുക്ക് ഒന്നിച്ചു പോവാട്ടാ. ഞാൻ വരുന്നില്ല. അച്ഛൻ പറയുമ്പോൾ തന്നെ വിളിക്കാത്ത കല്യാണത്തിന് എന്താ നമ്മൾ പോകുന്നത്? അച്ഛൻ ആവശ്യമില്ലാത്തൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കാ കൊച്ചിനെ, പിന്നെ എങ്ങനെയാ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ശരി. ഈശ്വര, കാന്താരി അറിഞ്ഞെന്നാ തോന്നണേ. മിക്കവാറും ഒരു യുദ്ധം നടക്കും. അവർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട്, അലീന ഫ്രാൻസിസിനും അമ്മയ്ക്കും. പക്ഷെ വന്നാൽ ചേച്ചി, നീ അവര് വരുന്ന ദിവസമേ ശിവയൻകുട്ടി എങ്ങോട്ടെങ്കിലും പോ. എന്തായാലും ഇനി സ്കൂളിൽ വെച്ച് സംസാരിക്കുക എന്നുള്ളത് പറ്റത്തില്ല. ശിവ കയറി ഉടക്കും. എടാ, ഞാനും അവരോട് ഫോണിൽ സംസാരിക്കട്ടെ. പിന്നെന്താ? പക്ഷേ ഒരു കാരണവശാലും ശിവ അറിയില്ല. ഇല്ല, അറിയില്ല. പിന്നെ ഞാൻ ചതിക്കൂ? ഞാൻ ചതിക്കില്ല, പക്ഷെ നീയും എന്നെ ഒരു കാര്യത്തിൽ ചതിക്കരുത്. ഓക്കെ? ഓക്കെ. പിന്നെ അവര് വരുന്ന ദിവസം ശിവനെ മാറ്റി നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെ.
ആ അത് കഴിഞ്ഞിട്ട് ശിവനെ വീണ്ടും ബാംഗ്ലൂർക്ക് കൊണ്ടുപോകും. ആ ഓക്കെ ഓക്കെ. എന്താണ് ചേച്ചിയും അനിയനും കൂടി ഒരു ഗൂഢാലോചന? അല്ല, നമ്മള് ബാംഗ്ലൂര് ചേച്ചി അടുത്ത് പോവൂലോ. ആദ്യം ശിവനെ മാറ്റി നിർത്തും. അത് കഴിഞ്ഞിട്ട് ശിവയും കുട്ടുമാവനും കൂടെ അങ്ങോട്ട് വരും. കൊള്ളാം കൊള്ളാം കൊള്ളാം, നല്ല പ്ലാൻ. ഇത് ഈ ഇടയ്ക്കെങ്ങാനും നടക്കുമോ അതോ അവധി കിടക്കും? ഏതവധിക്ക്? അല്ല, വെക്കേഷൻ. പിന്നെ നമ്മള് ബാംഗ്ലൂരൊക്കെ പോകുമ്പോ ശിവമോക്ക് പുതിയ ഫ്രോക്ക് ഒക്കെ മേടിക്കണ്ടേ? ഫ്രോക്ക് വാങ്ങിക്കണം, അതെന്തായാലും വാങ്ങിക്കണം കേട്ടോ. ഇവരൊരു 3-4 ഷെഡിയും കൂടി വാങ്ങിച്ചു വെച്ചോ, മറക്കണ്ട. ചേച്ചി, അവൾക്ക് ഇച്ചിരി സംശയമൊക്കെ തോന്നിയിട്ടുണ്ട്. സംസാരത്തിലും എല്ലാം നല്ല സംശയമുണ്ട് കേട്ടോ. മാറ്റമൊക്കെ ഒന്ന് തുടങ്ങി, നീ സൂക്ഷിച്ചോ. അമ്മ തിരക്കിലാണല്ലേ? എന്തേ? ഞാൻ സഹായിക്കണോ? അയ്യോ വേണ്ട. അമ്മ, അച്ഛൻ പറയണ സത്യമാണല്ലേ? എന്ത്? അമ്മ കള്ളിയാണല്ലേ? എന്താടി നിനക്ക് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ കുഴപ്പത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി പറയുന്നതാ. കുഴപ്പത്തിൽ നിന്ന് ചാടുകയെ? ഞാനിപ്പോ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാനേ ഈ വീട്ടിലെ ഇളയ കുട്ടി. എന്റെ കണ്ണീര് വീട്ടിൽ വീഴാതെ നോക്കോ. ശിവക്കുട്ടി, മോൾ ഈ ഡയലോഗ് എഴുതി വെച്ചോ, നമുക്ക് സീരിയലുകാർക്ക് കൊടുക്കാം, നല്ല പൈസ കിട്ടും. അധികം വൈകാതെ ഒരു സീരിയലിന്റെ ഒരു ഭീകരരംഗം ഇവിടെ നടക്കും. നിനക്ക് എന്താ പറ്റിയേ? അമ്മ, മൊബൈൽ ഫോൺ ഒന്ന് തരുമോ? എടുത്തോ. ഗെയിംസ് കളിച്ചിട്ട് തരാം. ചാർജ് ചെയ്യല്ലേട്ടാ, ചാർജ് കുറവായില്ല. കൊറേ പേര് വിളിക്കുന്നതല്ലേ, ചാർജ് ഒന്നും കാണില്ല. കാന്താരി എന്തൊക്കെയാണ് പറയണത്? ഹലോ, ഇത് ഞാനാ, ശിവാനി ബാലചന്ദ്രൻ. ആ, അലീന ഫ്രാൻസിന്റെ മമ്മിയല്ലേ? ആ, അലീന ഫ്രാൻസിസ് അവിടെ ഇല്ല ആൻറ്റി. ആ, നിങ്ങൾ തമ്മിൽ ചെറുതായിട്ട് ഉടക്കി. പിന്നെ ആൻറ്റി എൻ്റെ മമ്മയെ വിളിച്ചപ്പോൾ ആ ഉടക്കെല്ലാം തീർന്നു. ആ, ആൻറ്റി എന്നെ വീട്ടിൽ വരില്ലേ? ആ, തീർച്ചയായും വരണേ. ആ ആൻറ്റി, അലീന അവിടെ ഇല്ലേ? അലീനയ്ക്കൊന്ന് കൊടുക്കോ? വാ. ഹലോ, അലീന ഫ്രാൻസിസ് അല്ലേ? ഡോ, ഇത് ഞാനാ, ശിവാനി. സുഖമല്ലേ? ആണല്ലേ? എടി നാണം കേട്ടോളെ, നീ എന്തിനാടി നിന്റെ മമ്മിയും നീയും കൂടെ എന്തിനാടി എന്റെ വീട്ടിൽ വന്ന് വിളിക്കുന്നേ? നീയും നിന്റെ മമ്മിയും കൂടെ എന്റെ വീട്ടിൽ വരുന്നുള്ള മോഹം ഈ ശിവാനി ചോദിച്ചിരിക്കുമ്പോ നടക്കത്തില്ല. അല്ല, വെക്കല്ലേ, നിർത്ത്, കുറച്ചും കൂടി പറയാനുണ്ട്. എടി, എന്റെ ചേട്ടന്റെ ഇന്ന് നീ എല്ലാ ദിവസവും ചോക്ലേറ്റ് കഴിക്കാറുള്ളതല്ലേ? പുൽപ്പല്ലി, പുതിയച്ചി, നീ ചേട്ടന് കൊടുത്ത ആ ഡോറില്ലേ, അത് ഞാൻ കത്തിച്ചാള്. നീ സ്കൂളിലേക്ക് വാ, നിന്റെ മോൻ ഞാൻ കീറി പറയും. പോടെ അവിടുന്ന്. അയ്യോ, എന്നെ കൊല്ലാൻ പറ്റില്ല. അച്ഛാ, എവിടെയാ അവൻ? ആര്? അച്ഛൻ്റെ പുന്നാര മോൻ. അയ്യോ, ഞാൻ ആരെയും കണ്ടില്ലേ. ഓഫ്. എവിടെയാണ് നിന്റെ പുന്നാര അനിയൻ? ആ, ഞാൻ കണ്ടില്ല. അലീന ഫ്രാൻസിസ് ഇങ്ങോട്ട് കൊണ്ടുവരാം. ശിവ, മതി. എന്റെ പൊന്നുമക്കൾ, അച്ഛനെ വിട്. അച്ഛൻ പാതി വന്നിരിക്കാണ്. അയ്യോ, ലച്ചു പിടിച്ചു കേട്ടടി. ഞാനില്ല, ഞാനില്ല, ഞാൻ പോണേ. ശിവ, ശിവ,
വിഷ്ണു ചേട്ടനെ ഇത് വെച്ചിട്ട് പോയത് തന്നെ എനിക്കും പറയാനുള്ളൂ. എന്നെ ആരും തിരക്കണ്ട, ഞാൻ പോവാ. എന്റെ ദൈവമേ, പോകുന്ന വഴിക്ക് വല്ല ഭിക്ഷക്കാരും എന്നെ പിടിച്ചിട്ട് പോയിട്ട് 2 കണ്ണും ചൂർന്നെടുത്താൽ മതിയായിരുന്നു. അപ്പൊ എനിക്കൊന്നും കാണാനൊന്നും വേണ്ടല്ലോ. ശിവ 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 ശിവാനി കാണില്ല. പോണെന്ന് പറയാനിട്ട്. അറിയില്ല, നോക്ക് മോളെ. ശിവ 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 ഓ, കൈ നോക്കി കൊച്ചിനെ പോയി നോക്ക്. ശിവ ശിവ ഇവിടെ ഒന്നും കണ്ടില്ല. വാ ശിവ, ഇവിടെ കണ്ടില്ല. വാ, ഇറങ്ങി മനുഷ്യ അവിടുന്ന്. ശിവ മോളെ പ്ലീസ് ക്ഷമി. ഞാൻ ഈ അലീനെ കാണുവോ സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ശിവ ശിവ ചേട്ടന് മാപ്പോട്. ക്ഷമിച്ചെന്ന് പറ. ക്ഷമിച്ച്, പക്ഷെ ചെയ്ത കുറ്റത്തിന് 101 പ്രാവശ്യം ഏത്തരണം. അയ്യോ 101 വേണോ? 101 വേണോ? 101 തന്നെ വേണം, അല്ലെങ്കിൽ പറ്റില്ല. ആ മക്കളെ ഇട 101 ഇട് പെട്ടെന്ന് ഇട്. മര്യാദക്ക് ഇടുന്നു. ആ എണ്ണ 1 2 3. അല്ല, ഏത്തിടുമ്പോ ഞാൻ ഇന്ന് അലീനെ കാണില്ല, ഞാൻ ഈ അലീനെ കാണില്ല, അങ്ങനെ പറഞ്ഞിട്ട് അടുത്തത് ഞാൻ എലീനെ കണ്ടില്ല. ഓ അലീനെ കണ്ടില്ല, അലീനെ കണ്ടില്ല, എന്തൊക്കെയോ കാണില്ല. അലീനെ ഒന്ന് കൂട്ടിക്കോ ആ സ്ഥാനത്ത്. എടാ നീ വേഗം ഇട്ടേ.